നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു നാടൻ 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അട തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി ആവിയിൽ വെച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല നാടൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ നെയ്യിലോട്ടേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞൊരളവിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് അളവ് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. നമ്മളിവിടെ 1/2 കപ്പ് മത്തങ്ങക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തായിട്ട് വേണ്ടവർക്ക് നെയ്യിൽ തേങ്ങാക്കൊത്ത് വാട്ടിയെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. മത്തങ്ങയും തേങ്ങയും ജസ്റ്റ് ഒരു 2 മിനിറ്റ് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ശർക്കരപ്പാനി ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരൊറ്റ പീസ് ശർക്കര ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി എടുത്തിട്ടുള്ളതായിരുന്നു. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മധുരം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി. അതുപോലെ പിന്നെ നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും പിന്നെ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാനിതിൽ ഏലക്കപ്പൊടി ഉപയോഗിച്ചിട്ടില്ല. ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് കൂടി വേണമെന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി, ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഉപയോഗിക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇല ഇതുപോലെ വാഴയില വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഇലയുടെ തയ്യാറാക്കിയെടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കിയിരുന്ന രീതിയിൽ വാഴയില ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ മത്തങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം 2 സൈഡും മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത്രയും അളവിലാണ് നമുക്ക് ഈ ഒരു മത്തങ്ങയുടെ ഈ ഒരു അളവിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ കഴിയുക കേട്ടോ. ഇത്രയും പീസ് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം ഇഡ്ഡലി തട്ടിൽ വെച്ച് നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ നമുക്കിത് കുക്കായി കിട്ടും. നമ്മൾ നേന്ത്രപ്പഴം വാട്ടിയെടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിന്നിവിടെ മത്തങ്ങ വെച്ചിട്ടും ചെയ്തിട്ടുള്ളത്. ഇതും നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇതൊരു 10 മിനിറ്റിന് ശേഷമുള്ളതാണ്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. എപ്പോഴും അട കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചൂടാറി കഴിക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ്. മത്തങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവറും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.